കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം. സങ്കീർത്തകൻ പറയുകയാണ്, 17-ാമത്തെ സങ്കീർത്തനത്തില് സങ്കീർത്തകൻ പറയുകയാണ്, തമ്പുരാനെ, ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്നും അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഈ ലോക ജീവിതത്തിൽ മാത്രം അഭയം തേടി ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയോടെ നിത്യത മറന്ന് സ്വർഗം മറന്ന് ജീവിക്കുന്നവരിൽ നിന്നും എന്നെ മാറ്റി നിർത്തണമേ എന്നാണ്. തമ്പുരാനെ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. ഈശോയുടെ ലൗകികമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. തീർച്ചയായിട്ടും രോഗങ്ങളുടെ നടുവിൽ വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്. സാമ്പത്തികമായി ഒത്തിരി കഷ്ടപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. കർത്താവേ, വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞുപോയവർ ഇതിനകത്തുണ്ട്. ഒരു വീടില്ലാത്തതിൻ്റെ ഭാരം പേറുന്നവർ ഇതിനകത്തുണ്ടാകാം. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ നൊമ്പരമുള്ളവരും ഈശോ അങ്ങനെ പല വിധത്തിലുള്ള ഈ ലോകവുമായി ബന്ധപ്പെട്ട് സങ്കടങ്ങളും വേദനകളുള്ള അനേകർ ഇതിനകത്തുണ്ട്. ആയിരങ്ങൾ കർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒത്തിരി പേരുടെ വേദനയാണല്ലോ തമ്പുരാനത് ഈ ലോകവുമായി ബന്ധപ്പെടുന്നത്. എന്നിട്ടും സങ്കീർത്തകൻ ഇങ്ങനെ പറയാണ്, ദൈവമേ, ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്നവരിൽ നിന്നും ആ മർത്യരിൽ നിന്നും തമ്പുരാനെ അങ്ങയുടെ കരം എന്നെ രക്ഷിക്കണമേ. മക്കളെ, വേദനയുടെ നടുവിലും നമ്മുടെ ആത്മാവിലൊരു വേദന നമുക്ക് കിട്ടണം, ഒരു സങ്കടം നമുക്കുണ്ടാകണം. എന്താ? നമ്മുടെ ദൈവത്തോട് നിരന്തരം ചേർന്നിരിക്കാനുള്ള ഒരു ദാഹമാണത്. ദൈവം നഷ്ടപ്പെട്ടു പോകുമോ, കർത്താവ് കൈവിട്ടു പോകുമോ എന്നുള്ള മനസ്സിന്റെ ഒരു ഭാരം നമുക്കുണ്ടാകണം. ലൗകിക വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഇല്ലാതാകുമ്പോൾ, അതിൽ വീഴ്ച വരുമ്പോൾ, കുറവ് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഭാരമുണ്ടല്ലോ. എന്തിന്? നമ്മുടെ മക്കൾ കൈവിട്ടു പോകുമ്പോൾ അനുഭവിക്കുന്ന ഒരു നൊമ്പരം ഉണ്ടല്ലോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന നൊമ്പരമാണോ? നമ്മൾ വളർത്തി വലുതാക്കിയ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഭാരം ആരോട് പറയാൻ പറ്റും? ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെയെങ്കിൽ മക്കളെ, അതിനേക്കാളൊക്കെ നമ്മുടെ ആത്മാവിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു വേദനയുണ്ട്. നമ്മുടെ ദൈവം നമ്മളിൽ നിന്നും കൈവിട്ടു പോകുമ്പോൾ, അകന്നു പോകുമ്പോൾ, കർത്താവ് നമ്മളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട ഒരു വേദന, ആ വേദന കൂടി നമ്മൾ അനുഭവിക്കണം. ആ വേദനയും നമുക്ക് അനുഭവിക്കാൻ പറ്റണം. പ്രാർത്ഥിക്കാൻ, ദൈവമേ, നിന്റെ സ്നേഹത്താൽ നീ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നിന്റെ കാരുണ്യത്തിലേക്ക് ഇതാ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ലൗകികമായ നഷ്ടങ്ങൾക്കപ്പുറം എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളെ കൂടി കാണാനുള്ള ഒരു അകക്കണ്ണ്, പ്രകാശം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുക. തുറന്നു തരാൻ പറ. സങ്കീർത്തകൻ പറഞ്ഞതല്ലേ, ദൈവമേ, നീ എന്നെ പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ അകക്കണ്ണ് തുറന്നു തരണമേ എന്നാ പറഞ്ഞത്. ബാഹ്യമായ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടവനല്ല സങ്കീർത്തകൻ, മറിച്ച് ആന്തരിക നയനങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടവനാണ്. ഒരുപക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, പ്രത്യാശ നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു, ദൈവമായിട്ടുള്ള ബന്ധമൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാ ആത്മീയ അന്ധതയിലേക്ക് പോയത്. അതുകൊണ്ടാ സങ്കീർത്തകൻ പറഞ്ഞ, ദൈവമേ, നീ എന്നെ പ്രകാശിപ്പിക്കണമേ. സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ, ദൈവമേ, എനിക്കും പ്രകാശം തരാൻ പറ. എൻ്റെ നയനങ്ങളെ നീ തുറന്നു തരാൻ പറ. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണാൻ നമ്മുടെ നയനങ്ങൾ തുറന്നു കിട്ടണ്ടേ, നമ്മുടെ കണ്ണുകൾ നമുക്ക് തുറന്നു കിട്ടണ്ടേ. ഈ അപ്പത്തിൽ ജീവിക്കുന്ന കർത്താവ് ഉണ്ടെന്ന് കാണാൻ തക്ക വിധത്തില് നമ്മുടെ വിശ്വാസത്തിന്റെ നയനങ്ങൾ തുറന്നു കിട്ടണ്ടേ. പ്രാർത്ഥിക്കാൻ, ദൈവമേ, ഞങ്ങൾക്ക് പ്രകാശം തരാൻ പറ, വെളിച്ചം തരാൻ പറ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിൽ, ആദ്യ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഈശോ ആദ്യം തന്നെ സൃഷ്ടിച്ചു തന്നെ വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന കർത്താവ് പറഞ്ഞു. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പ്രകാശഗോളങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞ വെളിച്ചമുണ്ടാകട്ടെ. അപ്പൊ അതെന്താ വെളിച്ചം? അത് ബാഹ്യമായ പ്രകാശമല്ല, അത് ആന്തരികമായ ആത്മീയ പ്രകാശമാണ്. അത് കിട്ടണം നമുക്ക്. ഈ ലോകം കാണണമെങ്കിൽ, നമ്മുടെ കൂടപ്പറപ്പുകളെ കാണണമെങ്കിൽ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ വേദനകളും സങ്കടങ്ങളും മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ, നമ്മുടെ ആത്മാവിന്റെ പരിതാപസ്ഥ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ, നമ്മുടെ ആത്മാവിൽ ഊറിക്കൂടിയിട്ടുള്ള പാപത്തിന്റെ മേഖലകളെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ, നമ്മുടെ ആത്മാവിൽ വന്നിട്ടുള്ള അഴുക്കുകൾ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ, മക്കളെ, നമുക്ക് വെളിച്ചം കിട്ടണം. അത് കർത്താവ് തരണം. നമ്മൾ പ്രാർത്ഥിക്കാൻ, ദൈവമേ, എനിക്ക് വെളിച്ചം താ, സ്വർഗത്തിന്റെ വെളിച്ചം എനിക്ക് താ, നിത്യതയുടെ വെളിച്ചം എനിക്ക് താ, നീ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രകാശം എനിക്ക് തരാൻ പറ.
കരങ്ങളെ രണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. എന്നിട്ട് ഈ പ്രകാശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ജീവിതത്തെ ഒക്കെ പ്രകാശിപ്പിച്ചാലുണ്ടല്ലോ മക്കളെ, ആ പ്രകാശം എല്ലാ മേഖലകളിലേക്കും ചെല്ലും. നിന്റെ ജീവിതത്തിന്റെ സമസ്യ മേഖലകളെയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഈ അർത്ഥാരയിൽ ദിവ്യപ്രകാശമായിട്ട് എഴുന്നള്ളിയിരിക്കുന്നത്. ഒരു മേഖലയിലും എല്ലാ അന്ധകാരത്തിലേക്കും ഈ പ്രകാശത്തിന് കടന്നു വരാൻ പറ്റും. നിന്റെ ശരീരത്തിന്റെ, നിന്റെ മനസ്സിന്റെ, നിന്റെ ആത്മാവിന്റെ എല്ലാ ഉള്ളറകളുടെ അന്ധകാരത്തെ എടുത്തു മാറ്റാൻ കഴിവുള്ള നിത്യപ്രകാശമാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, ഞാനാണ് വഴി, സത്യം, ജീവൻ. ഈ സത്യത്താൽ നമ്മൾ പ്രകാശിതരാകണം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യത്തിന്റെ പ്രകാശമാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. എല്ലാ അടിമത്തത്തിന്റെ ചങ്ങലകളും, എല്ലാ അന്ധകാരത്തിന്റെ ചങ്ങലകളും അഴിക്കുന്നത് ഈ സത്യത്തിന്റെ പ്രകാശം നമുക്ക് കിട്ടുമ്പോഴാ. യേശുവാകുന്ന സത്യപ്രകാശം നമുക്ക് കിട്ടുമ്പോഴാ. പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ സ്നേഹത്താൽ എന്നെ പ്രകാശിപ്പിക്കണമേ, ഈ സത്യത്താൽ എന്നെ പ്രകാശിപ്പിക്കണമേ, ആത്മാവിന്റെ പ്രകാശം എനിക്ക് തരണമേ, എൻ്റെ ആന്തരിക നയനങ്ങളെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ നിനക്ക് ആരാധന, ഈശോയെ നിനക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാവാന്തകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാവാന്തകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിക്കാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ, നിന്നെ രക്ഷിക്കാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കണ്ണു തുറന്ന് ഈശോയെ കണ്ടിട്ട് ഉള്ളുകൊണ്ട് കർത്താവിനെ വിളിക്കേ. നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ ഈശോയുടെ അടുത്ത് പറ. നിന്നെ കേൾക്കുന്നൊരു ദൈവമുണ്ടല്ലോ, നിന്നെ മനസ്സിലാക്കുന്നൊരു കർത്താവുണ്ടല്ലോ. നിന്റെ നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലും നിന്നോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. നിനക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകൾ അവൻ തരില്ലല്ലോ. അങ്ങനെ ഒരു സഹനം തരുമ്പോൾ കൃപയും കൂടി തരുമല്ലോ. ഈശോയെ, ഈശോയെ നിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഹൃദയം കടന്നു പോകുന്ന അസ്വസ്ഥതകൾ, എൻ്റെ മനസ്സ് കടന്നു പോകുന്ന ഭാരം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സങ്കടങ്ങൾ, ഇതിലേക്കെല്ലാം ഈശോയെ നിന്റെ സ്നേഹം നീ ചൊരിയണമേ, നിന്റെ സ്നേഹം നീ ചൊരിയണമേ. ഈശോ, എനിക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമുണ്ട്. പല മേഖലകളിലും എനിക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വീണ്ടെടുപ്പ് ആവശ്യമുണ്ട്. അത് നിന്റെ സ്നേഹത്തിൽ ഒരു വീണ്ടെടുപ്പ് തരാൻ പറ. നിന്റെ സ്നേഹത്തിൽ ഒരു വിശുദ്ധീകരണം തരാൻ പറ. നിന്റെ സ്നേഹത്തിൽ തന്നെ തമ്പുരാനെ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കരുത്തെനിക്ക് തരാൻ പറ. ഈശോയുടെ പറ, നിങ്ങളുടെ എല്ലാ വേദനകളും പറ, സങ്കടങ്ങളെല്ലാം പറ. ഈ ആരാധന കഴിഞ്ഞ് തിരികെ പോകും എല്ലാം ഇറക്കി വെച്ചിട്ട് വേണം പോകാൻ. ഒന്നും എടുത്തുകൊണ്ട് പോകരുത്, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. ഈശോ പറഞ്ഞില്ല, അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞത് കർത്താവല്ലേ. കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാതെ അവൻ പറഞ്ഞയക്കോ? നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുമ്പോൾ ആ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുക. ആ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം, ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഭാരം, ഇതാണ് ഞാൻ കടന്നു പോകുന്ന എൻ്റെ സങ്കടങ്ങൾ.
എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തിക്കൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് തുറന്ന് യാതനാപൂർവം പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഈശോയെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന.